ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ഈ സീസണിൻ്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2.5 ബില്യൺ അല്ലെങ്കിൽ 3 ബില്യൺ പൗണ്ടിൻ്റെ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയാണ് നടന്നിട്ടുള്ളത്. ആർസണൽ, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടൻഹാം ഇവരൊക്കെ ഈച്ച് ക്ലബ് മോർ ദാൻ 200 മില്യൺ പൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് തന്നെ നമുക്ക് പറയണം. അപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആരാണ് ഓൺ ദ പേപ്പർ എഗെയിൻ ഞാൻ എടുത്തു പറയുന്നു, ഓൺ ദ പേപ്പർ ആരാണ് ഹൂ ഡിഡ് ദ ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചങ്കിടുക്കുമായ ആർസണൽ ക്ലബിനെ പറ്റിയാണ്. ആർസണൽ ക്ലബ്ബ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗ്യോക്കറൈസിനെ, സുബമെൻഡി, പിന്നെ എബ്രിച്ചെ എസെ എന്നീ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 100% അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ ഓൾറെഡി ചാമ്പ്യന്മാരാണ്. ഓൾറെഡി ദേ ആർ സ്ട്രോങ് സ്ക്വാഡ്. ആ സ്ക്വാഡിലേക്ക് വന്ന പ്ലെയേഴ്സിൻ്റെ ഇൻകമിങ് നോക്കുമ്പോഴാണ് ആർസണലിൻ്റെ സൈനിങ്സ് ലിവർപൂളിൻ്റെ സൈനിങ്സുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും, അറ്റ്ലീസ്റ്റ് ഓൺ ദ പേപ്പർ, അല്ലേ? 100%. അപ്പം ആർസണൽ ആരെയൊക്കെ ഈ സീസണിൽ സൈൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയ സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഗ്യോക്കറൈസ്. മിഡ്ഫീൽഡ് ഇപ്പോൾ എസെ വന്നിരിക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കളിക്കാൻ പറ്റും. നോനി മെഡുവൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ നമ്മൾ സുബമെൻഡിനെ ആഡ് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ നോർഗാർഡിനെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കെപ്പ ഗോൾ കീപ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കപ്പ് ഗോൾ കീപ്പർ. പിന്നെ നമ്മുടെ ഒരാളോട് ക്രിസ്ത്യൻ മൊസ്കേരനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഓൺ ലോൺ ഹെൻകപ്പിയെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രം ബയർ ലിവർകൂസൻ. ഇങ്ങനെ ഇത്രയും പ്ലെയേഴ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, ഫസ്റ്റ് ടീം ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കിപ്പോഴും ലെഫ്റ്റ് വിങ്ങിൽ ഒരാളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അതിപ്പോൾ റോഡ്രിഗോ ആയാലും ശരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വന്നപ്പം, ലിവർപൂൾ വേഴ്സസ് ആർസണൽ ഗെയിമിൽ ലൈവ് വന്നപ്പം ഞാൻ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ബ്രൈറ്റൺ പ്ലെയർ മിറ്റോമനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഓക്കെ, ആർസണൽ ഫാൻസ് ഞാൻ ഇത് ചോദിക്കുകയാണ്. ബ്രൈറ്റൺ പ്ലെയർ മിറ്റോമ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നതാണ് ബ്രൈറ്റന് വേണ്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജാനുവരിയിൽ നമ്മൾ ഈ പ്ലെയറിനെ സൈൻ ചെയ്താൽ ഈസ് ഇറ്റ് എ ഗുഡ് അഡീഷൻ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് പറയുക. അപ്പം ഇങ്ങനെയാണ് ആർസണലിൻ്റെ സൈനിങ്. സോ ഫാർ ആൻഡ്രേ ബെർട്ട ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ് എന്ന് തന്നെ പറയണം. ഇന്ന് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം കുറച്ച് ഔട്ടും വന്നിട്ടുണ്ട്. സിൻജോങ്കോ ആയാലും ശരി, പാർട്ടെ ആയാലും ശരി, ജോർജീനിയോ ആയാലും ശരി, വിയേറ, ലൊക്കാങ്കോ, ഇങ്ങനെ കുറേ ഔട്ട് പ്ലെയേഴ്സും നമുക്ക് ഉണ്ട്. സോ ഓവറോൾ എ ഗുഡ് ട്രാൻസ്ഫർ വിൻഡോ. 9 out of 10 നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. എസ്പെഷ്യലി ബെർട്ടയുടെ ഇത് ഫസ്റ്റ് ട്രാൻസ്ഫർ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഹി ഹാസ് ഡൺ എ ഫിനോമിനൽ ജോബ് എന്ന് തന്നെ പറയണം. കാരണം ഇപ്പം നമുക്ക് ലിവർപൂളിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഫെയർ അല്ല, അത് ശരിക്കും ഫെയർ അല്ല. കാരണം ഇത് ബെർട്ടയുടെ ഒരു ഫസ്റ്റ് സീസണാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് എവിടെയൊക്കെയാണോ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെയൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് മാത്രം ഇച്ചിരി ഒരു ഡിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മാർട്ടിനെല്ലിയുടെ ഫോം വളരെ മോശമാണ് ഈ സീസണിലും. കഴിഞ്ഞ സീസണിൻ്റെ ലാസ്റ്റിലും കഴിഞ്ഞ സീസൺ മൊത്തത്തിൽ മാർട്ടിനെല്ലിയുടേത് അത്ര നല്ല ഫോമൊന്നും അല്ലായിരുന്നു. സോ അവിടെ ട്രൊസാർഡാണോ എസെയാണോ കളിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കി തന്നെ കാണണം. എനിവേ, ഓവറോൾ നമുക്ക് 9 out of 10 തന്നെ ആർസണലിന് കൊടുക്കാം. ഇനി നമ്മൾ ലിവർപൂളിലേക്ക് വരുമ്പോഴാണ് അവരവരുടെ ചാമ്പ്യൻ ക്വാളിറ്റി കാണിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഓൾറെഡി സ്ട്രോങ് ആയ ഒരു ടീമിനെ അവർ കുറച്ചുകൂടെ ഡബിൾ സ്ട്രോങ് ആക്കി എന്ന് തന്നെ പറയണം. എക്കിറ്റിക്കനെ സ്ട്രൈക്കറിൽ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം ന്യൂനേസ് പോകുന്നു. ന്യൂനേസ് വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ഗോൾ അടിക്കാനുള്ള ഒരു അൺലക്കി പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാം ചെയ്യും, പക്ഷെ ആ ഒരു എൻഡ് പ്രോഡക്റ്റ് ഇല്ല. ഡ്രിബിൾ ചെയ്യും, കട്ടിങ് ചെയ്യും, എല്ലാം ചെയ്യും.
ഹി വിൽ ഫൈൻഡ് ദ സ്പേസ്, എന്താ പറയുക, എല്ലാം ചെയ്യും. സ്ട്രൈക്കറിന് ആവശ്യമുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ ആ ഒരു എൻഡ് പ്രോഡക്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ന്യൂനേസ് നമ്മുടെ ലിവർപൂൾ വിട്ടു പോകാൻ വന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും. അത് തന്നെയാണ് അതിൻ്റെ റീസണും. അപ്പം എക്കിറ്റിക്ക് വന്നിരിക്കുന്നു. അപ്പം ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ്, അതും ഡെഡ് ലൈൻ ഡേയിൽ ഈസാക്ക് വന്നിരിക്കുന്നു. സോ ഇത് രണ്ടും സ്ട്രൈക്കറിൻ്റെ ഭാഗത്ത് അവർ കവർ ചെയ്തു. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വേർഡ്സ് വന്നിരിക്കുന്നു. എഗെയിൻ ബ്രില്യൻ സൈനിങ്. വേർഡ്സ് കഴിഞ്ഞ കളി നന്നായിട്ടാണ് കളിച്ച ആർസണലിനെതിരെ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴാണ് അവർക്കൊരു അഡീഷൻ വേണ്ടിയത്. ഗീഹെ, ക്രിസ്റ്റൽ പാലസിൻ്റെ ഗീഹേനെ അവർക്ക് വേണമായിരുന്നു. അത് ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജർ, അതായത് കോച്ച് ഒലിവർ ഗ്ലാസ്നറാണ് ഇതിന് എന്താ പറയുക, ഒരു വിലങ്ങ് തടിയായിട്ട് നിന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒലിവർ ഗ്ലാസ്നർ ഓൾറെഡി എസ് എ പോയി ആർസണലിലേക്ക്. പിന്നെ കുറേ ഔട്ട്സ് അവർക്കുണ്ടായിരുന്നു. ഈ പ്ലെയറും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ പ്രാവശ്യം അവർ FA കപ്പ് നേടിയതാണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ക്ലബിൽ നിന്നും, ഈ ചെറിയ ക്ലബ്ബുകളിൽ നിന്നും വലിയ ക്ലബ്ബുകൾ മേടിക്കുന്നത് സാധ്യത കൂടുതലാണ്. നമുക്ക് ബോൺമത്ത് ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരുപാട് പ്ലെയേഴ്സിനെ അവർക്ക് വിൽക്കേണ്ടി വന്നല്ലോ. ഡിജാൻ ഹുസൈൻ റിയൽ മാഡ്രിഡിലേക്ക്, അതുപോലെ തന്നെ കേർക്കസ് ലിവർപൂളിലേക്ക്. സോ ഈ ഗീഹെ വരാഞ്ഞൻ്റെ ഒരു അഭാവത എന്ന് വെച്ചാൽ കൊണാറ്റെ ഓക്കെ കഴിഞ്ഞ കളി നന്നായിട്ടാണ് കൊണാറ്റെ കളിച്ചത്. കേർക്കസും ഹി റോസ് അപ് ടു ദ ലെവൽ എന്ന് തന്നെ പറയണം. ഹീസ് ഫൈൻഡിങ് ഹിസ് ഫോം എന്ന് തന്നെ പറയണം. നോനി മഡുവേക്കനെ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കളി ഹാൻഡിൽ ചെയ്തത്. സോ ഇവരുടെ അഡീഷനും വളരെ എന്താ പറയുക, ഓൾറെഡി സ്ട്രോങ് ആയിരുന്ന സാധനം ഡബിൾ സ്ട്രോങ് ആക്കി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ പേരാണ് ഫ്രിംപോങ്. ഈ ഫ്രിംപോങ് ഇപ്പം ഇഞ്ചോർഡാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ലോങ് ഇഞ്ചുറി. സെപ്റ്റംബർ 15 എങ്ങാണ്ട് തിരിച്ചു വരും. എന്ന് വെച്ചാൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ലിവർപൂൾ വെൻ ദേ സ്റ്റാർട്ട് മറ്റേ പ്രീമിയർ ലീഗ്, വെൻ ദേ റിസ്യൂം പ്രീമിയർ ലീഗ്, ഫ്രിംപോങ് തിരിച്ചു വരും. അപ്പോൾ സബേഴ്സിലേക്ക് തിരിച്ച് മിഡ്ഫീൽഡിലേക്ക് തന്നെ വരാം. സോ ഇത്രയും ഒരു അഡീഷൻ ഈ നമ്മുടെ ലിവർപൂൾ ചെയ്ത സ്ഥിതിക്ക് ഒരു രക്ഷയില്ല. 10 out of 10 തന്നെ കൊടുക്കേണ്ടി വരും ലിവർപൂളിന്. അവരുടെ ഏറ്റവും വലിയൊരു മിസ് നമുക്ക് പറയേണ്ടി വരും, പറയാതിരിക്കുന്ന മോശമാണ്. അവരുടെ 4/20 ഡിയോഗോ ജോട്ടയുടെ ഒരു മിസ്, അത് ആർക്കാരും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു മിസ് തന്നെയാണ്. അങ്ങനെ അവർക്ക് എന്താണ്, അവർക്ക് ശരിയാണ്, അവർക്ക് ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ട്രെൻഡ്, അലക്സാണ്ടർ ആർണോൾഡ് ഇവരൊക്കെ ഔട്ടായിരുന്നെങ്കിൽ പോലും ഇതെല്ലാം അവർ മാനേജ് ചെയ്തു എന്ന് തന്നെ പറയണം. കാരണം ഇപ്പം പ്രീമിയർ ലീഗിൽ 3 കളി കളിച്ചു. ശരിയാണ്, അവരുടെ ആ ഒരു കഴിഞ്ഞ കളിയുടെ ആ ഒരു ഫ്ലൂയിഡ് ഗെയിമിലേക്ക് അവർ വന്നിട്ടില്ലെങ്കിൽ പോലും ദേ ആർ മാനേജിങ് വിൻ എവ്രി ഗെയിം. ഇപ്പോൾ ന്യൂകാസലിനെതിരെയുള്ള ഒരു കളിയായിരുന്നെങ്കിൽ പോലും ന്യൂകാസിൽ വെയർ ഓൺ ഫ്രണ്ട് ഫുട്ട് എവ്രി ടൈം. എന്നിട്ട് പോലും ദേ ഫൗണ്ട് എ വേ. ആർസണലുമായിട്ടുള്ള കളി ഇറ്റ് വാസ് ബോറിംഗ് ഗെയിം ഓണസ്റ്റ്ലി. പക്ഷെ എന്നാൽ പോലും ദേ ഫൗണ്ട് എ വേ. ഓക്കെ, അതൊരു ഫ്രീ കിക്കിൽ നിന്ന് ഒരു വാട്ട് എവർ അതാണ് ചാമ്പ്യൻസ് ക്വാളിറ്റി. ദേ ആർ ഫൈൻഡിങ് എ വേ ടു വിൻ. അങ്ങനെ നോക്കുമ്പം ലിവർപൂളിന് 10 out of 10 കൊടുത്തേ പറ്റൂ ഓൺ ദ പേപ്പർ സോ ഫാർ. ഇനി നമ്മൾ മാൻ സിറ്റിയിലേക്ക് വരുവാണെങ്കിൽ, മാൻ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടിജാനി റൈൻഡിയസ്, റയാൻ ഐഗ്നൗറി, പിന്നെ റയാൻ ഛർക്കി, ഇങ്ങനെ കുറേ അഡീഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. മാൻ സിറ്റി ഈ സീസണും നല്ല ഫോമിലൊന്നും അല്ല. അവരുടെ ഒരു മൊത്തത്തിലൊരു ഫോം എടുത്ത് നോക്കുകയാണ്. അതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആ ടീമിന് ദേ ലാക്ക് അപ്പറ്റൈറ്റ്. അവർ ജയിക്കേണ്ടതെല്ലാം ജയിച്ചു. അവർ 4P ആണ് അടിച്ചിരിക്കുന്നത്. ഈ 4P ഇനി വേറെ ഏത് ടീം ഏത് കാലഘട്ടത്തിൽ അടിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ 3P അടിച്ചത് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ 3P അടിച്ചത്. ഇറ്റ്സ് വെരി ടഫ്. 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരു പ്രീമിയർ ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. അതിനെ മറികടന്നാണ് 4P അടിച്ചിരിക്കുന്നത്. ഈ 4Pയുടെ മണ്ടയിൽ എന്തോ അടിക്കാനാ. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ട്. ഇനി എന്ത് ഒരു കംപ്ലൈസൻസി ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു സ്റ്റാഗ്നേഷനാണ് ഈ പ്ലെയേഴ്സിന്. ശരിയല്ലേ, ഇനിയിപ്പോൾ ജയിക്കേണ്ടതെല്ലാം ജയിച്ചു. ഇപ്പോൾ FA കപ്പ് ആയാലും ശരി, കാരബോ കപ്പ് ആയാലും ശരി, മറ്റേ ചാമ്പ്യൻസ് ലീഗ് ആയാലും ശരി, പ്രീമിയർ ലീഗ് 4 തവണ അടുപ്പിച്ചടിക്കുന്നു. കംപ്ലീറ്റ് ഡോമിനേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രീമിയർ ലീഗിൽ
what do they have to prove? Who do they have to prove? ആരെ ബോധിപ്പിക്കാൻ? ആ ഒരു ലാക്ക് ഓഫ് ഹങ്കർ ആണ് ഒരു പ്രശ്നം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കുറച്ചുകൂടെ അപ്പറ്റൈറ്റുള്ള ഒരു ഐ ഡോണ്ട് നോ മേ ബി മാനേജർ അല്ലെങ്കിൽ കുറച്ചുകൂടെ പെപ്പ് ഓൾവേസ് ഫൈൻഡ്സ് എ വേ എന്നാണ് പറയുന്നത്. പക്ഷേ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിന് ദേ വിൽ ബി ഇൻ ആൻഡ് ഔട്ട് എന്ന് തന്നെ പറയണം. ദേ വിൽ ബി ഡെഫിനറ്റ്ലി എ കണ്ടൻറ്റർ എന്ന് തന്നെ പറയണം. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുമ്പം അവരും വളരെ നല്ല സൈനിങ് ആണ് നടത്തിയിട്ടുള്ളത്. എംബുമോ, സെസ്കോ, കുന്യ ഇതൊക്കെയായിരുന്നു അവരുടെ ടോപ്പ് സൈനിങ്സ്. ഇവർ മൂന്നില് എംബുമോയും കുന്യയും ടോപ്പായിട്ടാണ് കളിക്കുന്നത്. കാര്യം ശരിയാണ്. മറ്റേ കാരബാവ് കപ്പിൽ അവർ അത്ര നല്ല രീതിയിലൊന്നുമല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സ്റ്റിൽ ഇതൊക്കെ ക്വാളിറ്റി അഡീഷൻസ് തന്നെയാണ്. എസ്പെഷ്യലി എംബുമോ ബ്രില്യൻ്റ് അഡീഷൻ എന്ന് തന്നെ പറയണം. കുന്യ ആയാലും ശരി ബ്രില്യൻ്റ് അഡീഷൻ എന്ന് തന്നെ പറയണം. അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഗോൾ കീപ്പറിൻ്റെ ഒരു എന്താണ് ഒരു മിസ്സുണ്ടായിരുന്നു. സോ അത് അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണണം. ഒനാന ആയാലും ശരി മറ്റേ ബയൻഡിയർ ആയാലും ശരി ആരും ദേ ആർ നോട്ട് അപ് ടു ദ ഫോം എന്ന് തന്നെ നമുക്ക് പറയണം. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷൻ. പ്രീമിയർ ലീഗിൽ സോ ഫാർ അവരിപ്പോൾ 4 points ഉണ്ട്. അപ്പം നോട്ട് ഗുഡ് നോട്ട് ബാഡ്. അവർക്ക് ഇപ്പോഴും ദേ ഹാവ് ചാൻസസ് ആ ടോപ്പ് 6 ടോപ്പ് 4 വരാൻ ഇപ്പോഴും സമയമുണ്ട്. ഇറ്റ്സ് നോട്ട് ടു എന്താ പറയുന്നത് ലേറ്റ്. അപ്പം ദേ ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റിതം എന്ന് തന്നെ പറയണം, അല്ലാതെ വേറെ ഒന്നുമില്ല. അടുത്ത ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ചെൽസി ലിയാൻ ഡെലാപ്പ് അതുപോലെ തന്നെ ജാവോ പെഡ്രോ ഇത് 2 നല്ല കിടിലൻ അഡീഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിക്കോളസ് ജാക്സന്റെ ആ ഒരു എക്സിറ്റ്, ബയർ മ്യൂണിക്കിലേക്കുള്ള ആ ഒരു എക്സിറ്റ് അതൊരു കറക്റ്റ് മൂവ് ആയിരുന്നു എന്ന് യുനോ വി ഹാവ് ടു അത് ഒൺലി ടൈം വിൽ ടെൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പം അതുപോലെ തന്നെ നമ്മൾ ടോട്ടൻഹാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമദു കുഡൂസ്, അതുപോലെ തന്നെ ഷാവി സിമോൺസ്, പിന്നെ മത്തയസ്റ്റൽ, ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗുഡ് അഡീഷൻ എന്ന് തന്നെ പറയണം. യുനോ അവർ ഏസേനെ മിസ് ചെയ്തപ്പോഴാണ് അവർക്ക് ഷാവി സിമോൺസിനെ അവരങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. എഗെയിൻ അവസരോചിതമായിട്ട് അത് ഇടപെട്ട് അത് ക്ലോസ് ചെയ്തു. ദാറ്റ്സ് എ ഗുഡ് ബിസിനസ് ബൈ ടോട്ടൻഹാം എന്ന് തന്നെ പറയണം. എനിക്ക് ഈ വീഡിയോയിൽ എല്ലാ ക്ലബിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ പേപ്പർ റാങ്ക് ചെയ്യുകയാണെങ്കിൽ ലിവർപൂൾ നമ്പർ 1, ആർസണൽ നമ്പർ 2 ഓൺ ദ പേപ്പർ ആണ് പറയുന്നത്. നമ്പർ 3 ഓൺ ദ പേപ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, കാരണം അവർ നല്ല എക്സെപ്റ്റ് ആ ഒരു ഗോൾ കീപ്പറിൻ്റെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അല്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ല നമ്പർ 3 മാൻ സിറ്റി തന്നെ, മാൻ സിറ്റി. നമ്പർ 4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമ്പർ 5 നമുക്ക് എന്താണ് ടോട്ടൻഹാമിന് കൊടുക്കാം. ലാസ്റ്റ് ചെൽസി, കാരണം ചെൽസിയുടെ ചില സൈനിങ്സ് ഒന്നും എസ്പെഷ്യലി ഔട്ട് അത്ര നല്ല തീരുമാനങ്ങളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. ഐ തിങ്ക് മോസ്റ്റ് ചെൽസി ഫാൻസ് വിൽ എഗ്രി വിത്ത് മീ ഓൺ ദിസ് എന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ട്രാൻസ്ഫർ വിൻഡോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും നല്ലതായിട്ട് ഈ സീസണിൽ ട്രാൻസ്ഫർ വിൻഡോ നടത്തിയത്? ഓഫ് കോഴ്സ് ഞാൻ വേറെ ടീമുകളെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത്രയും ടീമിനെ വെച്ച് നോക്കുമ്പം ഹൂ കംസ് ഫസ്റ്റ്, ഹൂ കംസ് ലാസ്റ്റ് എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു സോ മച്ച്.